ഹലോ ഗായ്സ്, അപ്പം ഇന്ന് ഞാൻ പത്തിരീൻ്റെ റെസിപ്പി ചോദിച്ചവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മൾ അരിപ്പൊടി, ഏത് അരിപ്പൊടിയാണെങ്കിലും ഞാൻ പറഞ്ഞ അളവെടുക്കുക. ഏത് പാത്രത്തിലാണോ നിങ്ങൾ അരിപ്പൊടി എടുക്കണം അതിന് 1.5 പാത്രം വെള്ളം വയ്ക്കുക. ഞാൻ നാഴിയും ആ നാഴിക്ക് 1 ചെമ്പ് വെള്ളമാണ് ഒഴിക്കണത്. അപ്പോൾ നിങ്ങൾ പാത്രത്തിൻ്റെ അളവ് പോലെ എടുത്താൽ മതി. അതിന് 1.5 പാത്രം. എന്നിട്ട് വെട്ടി തിളയ്ക്കണ വെള്ളത്തിൽ ഉപ്പിടുക. അത് അലിഞ്ഞതും അരിപ്പൊടീനെ കൊട്ടുക, നടുവിൽ കുറച്ചിങ്ങനെ ഇതാക്കിയിട്ട് കൊട്ടുക. എന്നിട്ട് തിളച്ചതും മൂടി വയ്ക്കുക. മൂടി വെച്ച് തുറന്ന പിന്നെ വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായി ചുരുണ്ട് വരും. അപ്പോൾ നമ്മൾ വെള്ളം തെളിച്ചിട്ട് നന്നായി ഒന്ന് വെള്ളം തെളിച്ച് ആ ചൂടോടെ കുഴച്ചെടുക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ആ 5 മിനിറ്റിന് ശേഷം നന്നായി കുഴച്ചെടുക്കുക. കൈയൊക്കെ നല്ല പൊള്ളി ശവശവാന്നൊക്കെ ആകും, സാരമില്ല. നല്ല രുചിയോടെ കഴിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നല്ല ചൂട്ടോടെ അങ്ങനെ പിടിച്ചിട്ട് കുഴയ്ക്കണം കേട്ടോ. അതാക്കണ്ട കൈ നല്ല സവന്നുണ്ട്, അപ്പോൾ തന്നെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനും പറ്റുള്ളൂ. പിന്നെ മാഷാ അല്ലാ, അമ്മ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനൊക്കെ വേഗം ചൂട്ടോടെ കുഴച്ച് കൊടുത്തു. അമ്മ എല്ലാം റൗണ്ട് ബോളാക്കിയിട്ട് വേഗം പരത്തി തന്നു. ഞാനാവുമ്പോൾ ഒരു പകുതിയും കൊണ്ട് അങ്ങോട്ട് നിർത്തും, മതി ഈ വട്ടം എന്ന്. അമ്മയായപ്പോൾ കുറച്ചും കൂടി നൈസായിട്ട് അങ്ങനെ ആലില പോലെ പരത്തി തന്നു. നമ്മൾ വാട്ടണതിൻ്റെ രീതിയാണ് സൂപ്പറായിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് പരത്തിയും കിട്ടും. നല്ല അരിപ്പൊടി ഇട്ടിട്ട് നന്നായി പരത്തുക. അപ്പം ഞാൻ 2 കല്ല് വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. വേഗം അമ്മ പരത്തി തന്നപ്പോൾ ഞാൻ 2 കല്ല് വെച്ച് ചുട്ടെടുത്തു. ഒരു പത്തിരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 3 വട്ടേ തിരിച്ചിടാൻ പാടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ പത്തിരി പൊള്ളി റെഡിയായി വന്നിരിക്കും. ഒരിക്കൽ ഇടുക, എന്നിട്ട് അതിനെ തിരിച്ചിടുക. അപ്പോൾ ഒരു ആവി ഇങ്ങനെ വരും. വീണ്ടും ഒന്ന് തിരിച്ചിടുമ്പോൾ നല്ല ബുസ്സെന്ന് പൊള്ളി വരും എന്നെപ്പോലെ. എന്നിട്ട് നമ്മൾ കൈയോടെ പാത്രത്തിലിട്ട് വെക്കരുത് കേട്ടോ. പാത്രത്തിലിട്ട് വെച്ചാൽ അത് വേർത്തിട്ട് ശരിയാവില്ല. ഒരു വെള്ളം ഇറങ്ങും. ഒന്ന് വേറൊരു തട്ടിലോ താലാലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഉണങ്ങാൻ വെക്കുക. എന്നിട്ട് ആ പാത്രത്തിലിടുക. നല്ല ചിക്കൻ കറി, തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറിയും കൂട്ടി അടിച്ച് പൊളിച്ച് കഴിക്കുക.